യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്തുകൊണ്ട് ഫ്ലൈറ്റുകൾ ക്യാൻസലായ ഒത്തിരിയധികം ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആകുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് മെസ്സേജുകളാണ് ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ നിലവിൽ യു കെയിലാണുള്ളത്, ഒരു വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ PSW ഒക്കെയാണ്. നിങ്ങളുടെ വിസ തീർന്നു, നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഫ്ലൈറ്റില്ലാത്തതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വിസ തീർന്നാലും വിസ തീർന്നിട്ട് ശേഷവും നിങ്ങൾ UK കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ഹോം ഓഫീസോ അല്ലെങ്കിൽ UK ഇമിഗ്രേഷനോ ഇതിൻ്റെ പേരിൽ നിങ്ങളെ പീനലൈസ് ചെയ്യില്ല. കാരണം ഇത് നിങ്ങളുടെ കൺട്രോളിൽ പെട്ടൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ വേറെ ആപ്ലിക്കേഷനോ മറ്റു കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യകതയില്ല. നിങ്ങൾക്ക് UK കണ്ടിന്യൂ ചെയ്യാം. എന്നാണോ നിങ്ങളുടെ ഫ്ലൈറ്റ് സർവീസ് മറ്റു കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എയർലൈൻസ് എന്നാണോ നിങ്ങൾക്ക് പുതിയ ടിക്കറ്റ് തരുന്നത് ആ ഒരു സമയത്ത് പുതിയ ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്യുക. അതിൻ്റെ ഡോക്യുമെൻറ്റുകളും എവിഡൻസുകളും സൂക്ഷിച്ച് വെക്കുക. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എയർലൈൻസ് ഒന്നും ഇതിനെക്കുറിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കാരണം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയ രീതിയിലാണ് ഈ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടിക്കറ്റുകൾ ക്യാൻസൽ ആകും. ആ ടിക്കറ്റുകൾക്ക് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്യും. ചില സമയത്ത് എയർലൈൻസ് നിങ്ങൾക്ക് വേറൊരു ഡേറ്റിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർലൈൻസോ അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ട്രാവൽ ഏജൻസിയോ അതിനകത്ത് ഒരു ഓപ്ഷൻ തരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി നാട്ടിൽ നിന്ന് നിങ്ങൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നവരാണ്, നിങ്ങൾ മെറ്റേണിറ്റിക്ക് വന്നു, 6 മാസം തികയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തിരിച്ച് UK എത്തണം. ഇനി അതല്ല എങ്കിൽ നിങ്ങളൊരു വർക്ക് വിസയിലേക്ക് UK ട്രാവൽ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ തിരക്ക് കൂട്ടി ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം എയർ സ്പേസ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ചില റൂട്ടുകളിൽ കൂടി പോകുമ്പോൾ ഒത്തിരിയധികം വെയിറ്റിംഗ് ടൈമും ഒത്തിരിയധികം കോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ഫ്ലൈറ്റ്സൊക്കെ നോർമൽ രീതിയിലേക്ക് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷൻസ് കുറച്ച് ദിവസങ്ങൾ മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വൺസ് പുതിയ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുക. അതല്ലാതെ എയർ സ്പേസ് ക്ലോസ് ചെയ്ത സാഹചര്യത്തിൽ ഒത്തിരി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റുകളൊന്നുമില്ല. കാരണം ആ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ കുറച്ച് ദിവസം ലേറ്റായി ചെന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊരു 6 മാസത്തെ കാലാവധി കഴിഞ്ഞ് ചെന്നതുകൊണ്ട് അത് നിങ്ങളുടെ വിസയോ മറ്റു കാര്യങ്ങളെയോ അഫക്റ്റ് ചെയ്യില്ല. അതിൻ്റെ ബേസിക്കായിട്ട് റീസൺ അത്രേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടല്ല, ഇതൊരു ഡിസാസ്റ്റർ സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിന് വെളിയിലുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരിക്കലും UK ഗവൺമെൻറ്റോ മറ്റുള്ള അതോറിറ്റിയോ നിങ്ങളെ അതിൻ്റെ പേരിൽ പീനലൈസ് ചെയ്യില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഞാനും നിങ്ങളെപ്പോലെ നാട്ടിൽ വന്നിട്ട് UK തിരിച്ചു പോകാൻ വേണ്ടി 2 ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ആ 2 ഫ്ലൈറ്റും ക്യാൻസലായിട്ട് നാട്ടിൽ സ്റ്റക്കായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും തിരിച്ചു പോകാം. അതിനെക്കുറിച്ച് പാനിക് ആകാതിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.